ഹലോ. അപ്പോൾ നിങ്ങളെല്ലാവരും റിസർച്ച് ഓഫീസിൻ്റെ സിലബസ് നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ അതിൽ ഇക്കണോമിക്സിന് വളരെ പ്രാധാന്യമുണ്ട്. ഇക്കണോമിക്സിൽ 2 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് 30 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇക്കണോമിക്സ്. അപ്പോൾ ഈ ഇക്കണോമിക്സിൻ്റെ സിലബസ് നോക്കുമ്പോൾ അവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ ഈ അൺഎംപ്ലോയ്മെന്റിന് ഇത്രയ്ക്ക് പറയാനുള്ളത്? ആൾക്കാർക്ക് തൊഴിലില്ല, അതിനത്രയല്ലേ ഉള്ളൂ. അതിപ്പോൾ എന്താണ് ഇത്രയും പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ തൊഴിലില്ലാത്ത അവസ്ഥ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്. ഇത് വരാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് കം ആൻഡ് എക്സ്പ്ലോർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ആദ്യമേ തന്നെ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത്, പക്ഷേ എന്നാലും ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാം. അൺഎംപ്ലോയ്മെന്റ് is identified as a state in which a person who is actively searching for employment is unable to find work despite being skilled or talented or education. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയാള് ജോബ് മാർക്കറ്റിൽ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അദ്ദേഹം സെർച്ച് ചെയ്യാണ്, എനിക്ക് നല്ലൊരു ജോലി വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം നല്ലൊരു ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടുന്നില്ല. നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം അദ്ദേഹം, നല്ല സ്കിൽഡ് ആയിരിക്കാം അദ്ദേഹം, നല്ല ടാലന്റഡ് ആയിരിക്കാം അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിന് ജോലി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ നിങ്ങളുടെ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇത് അൺഎംപ്ലോയ്മെന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. കേസ് 1. A student doing post graduation. Okay, a student doing post graduation. Case 2 ഇതാണ്. A retired man enjoying his retirement or life after retirement. അപ്പോൾ നമുക്ക് 2 കേസ് ഉണ്ട്. ഒന്ന്, a student doing post graduation. കുട്ടി എന്താ ചെയ്യുന്നത്? പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയാണ്. രണ്ടാമത്തെ കേസ്, ഒരാള് ജോലിയിൽ നിന്നും വിരമിച്ചു. അപ്പൊ എന്നിട്ട് അയാള് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടോ? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഈ കുട്ടി എന്താ പഠിക്കുകയല്ലേ, കുട്ടിക്ക് ജോലിയില്ലല്ലോ. എന്നാൽ റിട്ടയർഡ് മാൻ്റെ കാര്യം എന്താണ്? അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു, ഇനിയിപ്പോ എന്താണ് ജോലിയുടെ കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, a student doing post graduation, ഈ കുട്ടി പഠിക്കുകയാണ്. the student is not actively looking for job. ഇവിടെ സെർച്ച് എലമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പൊ ഈ 2 കേസിലും സെർച്ച് എലമെന്റ് വരുന്നില്ല. അപ്പൊ 2 പേരും, സ്റ്റുഡന്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ സ്റ്റുഡന്റും ജോലിക്ക് വേണ്ടി തിരഞ്ഞ് നടക്കുന്നില്ല, അതേപോലെ തന്നെ ഈ റിട്ടയർഡ് മാനും പുതിയൊരു ജോലിക്കായിട്ട് തിരഞ്ഞ് നടക്കുന്നില്ല. സോ സെർച്ച് എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഈ 2 കേസിലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2 കേസിലും നമുക്ക് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സെനാറിയോ വരുന്നില്ല. അൺഎംപ്ലോയ്മെന്റ് എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ ജോബ് മാർക്കറ്റ് അതിഭയങ്കരമായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാണ്, എനിക്ക് ജോലി വേണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സെർച്ച് ചെയ്ത് നടക്കുകയാണ്. പല കമ്പനീസിൻ്റെയും ജോബ് കോൾസ് വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അല്ലെ? എന്തിനാണ്? നിങ്ങൾക്ക് ജോലി വേണം. ജോലി ഇല്ലാണ്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണ് അൺഎംപ്ലോയ്മെന്റ്. സോ ദ സെർച്ച് കോമ്പണന്റ് ഹിയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലേക്ക് കടക്കാം. അതിൽ ഏറ്റവും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇസ് കോൾഡ് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ എന്താണ് ഈ ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്? ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാം.
ഒന്ന് അസ്യൂം ചെയ്യുക, ഒരു ഫാമിലിക്ക്, ഒരു കുടുംബത്തിന് ഒരു ചെറിയ പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി 2 cent ലാൻഡ്. ഈ ലാൻഡിന്റെ ഏരിയ ആണ് പറഞ്ഞത്, 2 cent ലാൻഡ് ആണ് ഒരു ഫാമിലിക്ക് ഉള്ളത്. അപ്പൊ ഈ ഫാമിലിയിൽ 4 ആൾക്കാരുണ്ട്, 4 persons. അസ്യൂം ദാറ്റ് ഈ 4 പേരും അഡൾട്ട്സ് ആണ്. ഓക്കെ, അതായത് ചിൽഡ്രൻ ഒന്നുമല്ല, വലിയ ആൾക്കാരാണ്. അപ്പൊ ഈ 4 പേരും ജോലിക്കൊക്കെ പോകാൻ പാകത്തിനായിട്ടുള്ള ഏജ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 പേരും എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ 2 cent ലാൻഡിൽ എന്ത് ചെയ്യാണ്? കൃഷി ചെയ്യാണ്. സോ ദേ ആർ ഡൂയിങ് അഗ്രികൾച്ചർ. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും കൂടെ ഇപ്പൊ പുറത്ത് എവിടെ ഒക്കെ പോകുമ്പോൾ, ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നേ? അപ്പോ ഒരു 4 പേരും പറയും, ഞങ്ങൾ എന്താ അഗ്രികൾച്ചർ, ഞങ്ങൾ കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കൃഷിപ്പണിയാണല്ലേ? എങ്ങനെയാ കൃഷിപ്പണി? ഞങ്ങൾ കുടുംബ ഓഹരിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കൃഷിപ്പണി ചെയ്യുന്നു. ഇപ്പൊ പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ 4 പേരും എന്താണ്? കൃഷിപ്പണിയിൽ എൻഗേജ്ഡ് ആണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഇവര് കൃഷിപ്പണിയാണ്, വേറെ ജോലി ഒന്നുമില്ല. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 4 പേരും എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ചെറിയ ഏരിയ, അതായത് 2 cent ലാൻഡിൽ പണിയെടുത്തിട്ട് എന്താണ് ഇവര് പറയുമ്പോൾ 4 പേരും എൻഗേജ്ഡ് ആണ്. ഈ 2 cent ലാൻഡിൽ 4 പേരുടെ കോൺട്രിബ്യൂഷന്റെ ആവശ്യമുണ്ടോ? ഇതിൽ നിന്ന് 2 പേരെ മാറ്റി നമ്മൾ പറയാണ്, നിങ്ങൾ 2 പേര് പോയി പുറത്ത് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ജോലി അന്വേഷിക്കുക. കാരണം ഈ 2 cent ലാൻഡിൽ 4 പേരുടെ കൂടെ കോൺട്രിബ്യൂഷന്റെ ആവശ്യമില്ല, അല്ലേ? അപ്പോ നമ്മുടെ ഡിസ്കൈസ് അൺഎംപ്ലോയ്മെന്റ് സെനാരിയോ പറ്റിയിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് എ ഹിഡൻ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇതൊരു ഹിഡൻ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാകില്ല. അതായത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വെയർ മോർ പീപ്പിൾ ആർ എംപ്ലോയിഡ് ദാൻ ആക്ച്വലി നീഡഡ്. അതായത് ഈ 2 cent ലാൻഡിൽ 4 ആൾക്കാരുടെ ഒരു ആവശ്യവും ഇല്ല, പക്ഷെ 4 പേരും ഈ ലാൻഡിൽ എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരെ കുറച്ചുപേരെ മാറ്റി നിർത്താം, അല്ലേ? കുറച്ചുപേരോട് പറയാം, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി ചെയ്യാം എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇതാണ് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്. ഇവിടെ ഈ 4 പേരും എന്താണ്? എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ 4 പേരുടെയും ഫുൾ കോൺട്രിബ്യൂഷൻ ഇവിടെ നടത്തുന്നുമില്ല. സോ ദിസ് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇസ് മോസ്റ്റ്ലി ഫൈൻഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറാണ് മെയിൻ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത്. കാരണം നമ്മൾ തന്നെ റിയലൈസ് ചെയ്യില്ല, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇതാണ് മിക്കവാറും സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ചില അൺഓർഗനൈസ് സെക്ടേഴ്സിലും ഇതേ അവസ്ഥ കാണാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ നമ്മൾ 4 പേരെന്ന് പറയുന്നത് ഒരാളെ കൂടി ഈ ലാൻഡിലേക്ക് നമ്മൾ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ പണിയെടുക്കാൻ കൂടിക്കൊള്ളൂ എന്ന് പറഞ്ഞാലും ആ 5ാമൻ ഒരാൾ ഇവിടെ വന്നാൽ കൂടിയും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന് ഒരു മാറ്റവും ഇല്ല. ലാൻഡിന് കിട്ടുന്ന ആ ഒരു ഈൽഡിന് ഒരു മാറ്റവും ഇല്ല. അത് പഴയതുപോലെ തന്നെ തുടരും. സോ ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ആളിനെ എടുത്താലും എന്താണ് അവിടെ ഒരു എക്സ്ട്രാ ഔട്ട്പുട്ട് ജനറേഷൻ വരുന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ടൈപ്പാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ എന്താണ് ഈ സീസണൽ അൺഎംപ്ലോയ്മെന്റ്? വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇവിടെ നമുക്ക് അഗ്രികൾച്ചറിന്റെ കേസ് തന്നെ എടുക്കാം. ഒരു ഫാർമർ അഗ്രികൾച്ചർ ചെയ്യാണ്. അഗ്രികൾച്ചർ ചെയ്യുന്ന ആളിനാണല്ലോ ഫാർമർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ഫാർമർ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇദ്ദേഹം ചില സമയത്തൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. അതായത് ചില സീസൺസിലൊക്കെ അദ്ദേഹം ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ എപ്പോഴൊക്കെയാണ് ഇദ്ദേഹം ബിസി ആവുന്നത്? ഹി വിൽ ബി ബിസി ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് സോയിങ്. വിത്ത് വിതയ്ക്കുന്ന സമയത്ത് ഭയങ്കര ബിസി ആയിരിക്കും. ആ ഒരു സീസണിൽ അദ്ദേഹം ഭയങ്കര ബിസി ആയിരിക്കും, കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും. ഹി വിൽ ബി അഗൈൻ ബിസി ഡ്യൂറിങ് ദ ടൈം ഓഫ് ഹാർവെസ്റ്റ്, അല്ലെ? അതായത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, വിളവെടുക്കുന്ന സമയത്തും അദ്ദേഹം ഭയങ്കര ബിസി ആയിരിക്കും. പക്ഷെ ഇതിനിടയിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം എൻഗേജ്ഡ് ആയിരിക്കും. ഇറിഗേഷൻ ഫെസിലിറ്റി
വേണം, നമുക്ക് ഈ ക്രോപ്പിന് വേണ്ട വെള്ളത്തിനുള്ള ആവശ്യകത മീറ്റ് ചെയ്യണം, ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം, പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കണം. അപ്പൊ ഇതൊക്കെ എന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമല്ല, വല്ലപ്പോഴും നമ്മൾ ചെയ്യും അല്ലെ, ഫാർമേഴ്സും ചെയ്യും. പക്ഷെ ഈ സോയിങ് ടൈമിലും ഹാർവെസ്റ്റിംഗ് ടൈമിലും ഒരു കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരിക്കും. മറ്റ് സീസൺസിൽ ഇവർ എൻഗേജ്ഡ് അല്ല. സോ സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഇസ് എ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ് ഓഫ് ദ ഇയർ. സോയിങ് സമയത്തും ഹാർവെസ്റ്റിംഗ് സമയത്തും ഇവർ എൻഗേജ്ഡ് ആയിരിക്കും, അല്ലാത്ത സമയത്ത് ഇവർ എൻഗേജ്ഡ് അല്ല. സോ ദ സെയിം തിങ് ഹാപ്പൻസ് ഫോർ cracker making factories. ഇപ്പൊ ക്രാക്കർ മേക്കിംഗ് ഫാക്ടറീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പടക്കം നിർമ്മിക്കുന്ന ഫാക്ടറീസ്. ഒന്ന് ആലോചിച്ച് നോക്കി, ദീപാവലി സമയത്തൊക്കെ ആകുമ്പോൾ ഇവര് ഒരുപാട് ആൾക്കാരെ ഡിമാൻഡ് ചെയ്തിട്ട് ഇവര് ആൾക്കാർക്കൊക്കെ ജോലി കൊടുത്തിട്ട് പറയും, നിങ്ങളെല്ലാം എന്ത് ചെയ്യണം, പടക്കം ഉണ്ടാക്കണം എന്ന് പറയും. കാരണം ദീപാവലി അടുക്കുന്നു, ദീപാവലി സമയത്ത് പടക്കത്തിന് അതിഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് മാർക്കറ്റിൽ ഉള്ളത്. അപ്പോ എന്ത് ചെയ്യുന്നു, ഈ ക്രാക്കേഴ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറീസിൽ ഒരുപാട് ആൾക്കാർ വന്ന് ജോലി ചെയ്യും. അപ്പൊ ദീപാവലിയുടെ ആ ഒരു ചൂടങ്ങ് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ഈ ഫാക്ടറീസ് പറയും, ഈ പടക്കം ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ആൾക്കാരോട് പറയും, ഇനിയിപ്പോ എന്തായാലും ദീപാവലി കഴിഞ്ഞുകൊണ്ട് തന്നെ പടക്കത്തിന് അധികം ഡിമാൻഡ് ഒന്നുമില്ല, അതുകൊണ്ട് ഇത്രയും പടക്കം ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല, കാരണം ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നില്ലല്ലോ പടക്കം. അപ്പൊ എന്ത് ചെയ്യണം? തൽക്കാലം നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ, കാരണം ഇത്രയും പടക്കം ഉണ്ടാക്കി ഇനിയും നമ്മൾ അതേ ക്വാണ്ടിറ്റിയിൽ ദീപാവലി സമയത്ത് അതേ ക്വാണ്ടിറ്റിയിൽ പടക്കം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആൾക്കാർ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലിയില്ല, അപ്പൊ നിങ്ങൾ അടുത്ത ദീപാവലി സമയം അപ്പൊ വിളിക്കാന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ക്രാക്കർ അല്ലെങ്കിൽ നമ്മുടെ പടക്കം നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതെ വരെയാണ്. സോ ഓഫ് സീസണില് ആൾക്കാർ എന്താകുന്നു? ഓഫ് സീസണില് ആൾക്കാർ അൺഎംപ്ലോയിഡ് ആകുന്നു. നമ്മുടെ ഫാർമറിന്റെ കേസും അതാണ്, നമ്മുടെ ക്രാക്കർ മേക്കിംഗ് ഫാക്ടറീസിലെ തൊഴിലാളികളുടെ കേസും അത് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. അടുത്തതാണ് structural unemployment. So structural unemployment arises when there is a dissimilarity between jobs available in the market and the skills available for workers in the market. അപ്പോ നമുക്ക് നോക്കാം, സപ്പോസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ് ആൻഡ് നിങ്ങളുടെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇനി ഞാനൊരു ജോലിക്ക് പോവാന്നൊക്കെ വിചാരിച്ചിട്ട് ജോലിക്ക് വേണ്ടി തിരഞ്ഞു നടക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് തിരയുമ്പോഴേക്കും ജോബ് കോൾസ് ഒക്കെ കാണുമ്പോഴേക്കും അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മിക്കവാറും നിങ്ങൾ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there is a demand for ലോ ഗ്രാജുവേറ്റ്സിന് അതിഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ്. എവിടെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ് നോക്കുമ്പോഴും അവിടെ എലിജിബിലിറ്റി കാണിക്കുന്നത് ലോ ഗ്രാജുവേറ്റ്സിന് എല്ലാവർക്കും വേണ്ട, പക്ഷേ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിന് ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയാണ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതായത് എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് സ്കില്ല് കുറവാണ് എന്ന് ആരും പറയുന്നില്ല. യു ഹാവ് യുവർ സ്കിൽസ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇക്കോണമിക്ക് ഇപ്പൊ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്കോണമിക്ക് ഇപ്പൊ ആവശ്യം നിങ്ങളുടെ സ്കില്ലല്ല, അത് വേറെ സ്കില്ലാണ്, ലോ ഗ്രാജുവേറ്റ്സിന്റെ സ്കില്ലാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്കിൽഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം there is a dissimilarity between the jobs available in the market. ജോബ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? ലോ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ജോബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദ സ്കിൽസ് ഓഫ് ദ അവൈലബിൾ വർക്കേഴ്സ്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്? അവൈലബിൾ വർക്കേഴ്സിന്റെ സ്കിൽസ് എന്താണ്? ഇംഗ്ലീഷ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ ഇക്കോണമിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട്
ഈ സ്ഥിതിവിശേഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ ചില കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ, ചില കോഴ്സ് എടുത്ത ആൾക്കാർ ചില സമയത്ത് അവർക്ക് ജോലി കണ്ടെത്താനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നല്ല. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ ഒരു പ്രവണതയ്ക്ക് മാറ്റം വരും. ഇപ്പൊ നിങ്ങൾക്കായിരിക്കും ജോലി കിട്ടുക, ലോ ഗ്രാജുവേറ്റ്സിന് ജോലി ഇല്ലാണ്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ ഒരു സമയത്ത് അല്ലെ. അപ്പൊ അതൊക്കെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് കേസസ് ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കോണമി ഇങ്ങനെ എന്നും കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കില്ല. നമ്മുടെ ഇക്കോണമിക്ക് എന്താണ് എപ്പോഴും ഉള്ളത്? ഇക്കോണമി എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ആണ്. ഇന്ന് കാണുന്ന ഇക്കോണമി അല്ല നാളെ ഉള്ളത്. ഇപ്പൊ സ്വർണത്തിന്റെ വില തന്നെ എടുക്കാം. ഇന്നത്തെ വിലയല്ല നാളെ, നാളത്തെ വിലയെല്ലാം മറ്റന്നാൾ. പെട്ടെന്ന് ചിലപ്പോൾ കൂടാം, പെട്ടെന്ന് ചിലപ്പോൾ കുറയാം, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. പെട്രോളിന്റെ വില എങ്ങനെയാണ്? കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ഇക്കോണമിയിലെ മാറ്റങ്ങൾ, ഗ്രോത്ത് എന്താണ്? ഇക്കോണമിയുടെ ഗ്രോത്ത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ ഈ മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് എന്ത്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ റെസഷൻ, ഡിപ്രഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കും. അപ്പൊ ഇത് മിക്കവാറും കാണപ്പെടുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിലാണ്. സോ USA പോലുള്ള ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കേസ്, US ഇക്കോണമിയിൽ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസഷൻ എന്ന് പറയുന്നത് 2008 ഒരു ക്രൈസിസ് നമ്മുടെ US ഇക്കോണമിയിൽ ഉണ്ടായി. അതിനെ നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഓഫ് 2008 എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കാരണം US ഇക്കോണമിയുടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇത് US ഇക്കോണമിയുടെ ബാങ്കിങ് സെക്ടറിൽ തുടങ്ങി ആ US ഇക്കോണമിയെ മൊത്തത്തിൽ ബാധിച്ച് അവിടെയും നിൽക്കാതെ വേൾഡ് ഇക്കോണമീസിലേക്ക് അത് പടർന്ന് പന്തലിച്ചു. ഈവൻ ഇന്ത്യയിലും അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടായി. കാരണം എന്താണ്? നമ്മുടെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഇന്ത്യൻസ് ഒരുപാട് പേര് US വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിൽ പലർക്കും അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ദിസ് ഈസ് കോൾഡ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, പിന്നീട് നമുക്ക് പോളിസീസ് ഒക്കെ എടുത്തിട്ട് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അതിന് സമയമെടുക്കും. അടുത്തതാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമയത്ത് ഈ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരുപാട് ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻസ് വരുന്നുണ്ട്. എന്താണ്? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിസർച്ചേഴ്സ്, ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ. അതുപോലെ തന്നെ വേറൊരു ഏരിയയാണ് ഈ റോബോട്ടിക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ജപ്പാനിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവിടെ റോബോട്ട്സ് ആണ് പല ഫാക്ടറീസിലും വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, റോബോട്ട്സ് പല ഫാക്ടറീസിലും വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മളൊന്നും ആർക്കും വേണ്ട, ആൾക്കാരൊന്നും വേണ്ട. കാരണം ഈ റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഒക്കെ 10 മടങ്ങൊന്നും പറയത്തില്ല, അതിനേക്കാൾ എത്രയോ മടങ്ങ് എഫിഷ്യന്റ് ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കുമ്പോൾ ഇവര് 10-15 കാര്യങ്ങൾ ഒരേ സമയം എഫിഷ്യന്റ് ആയിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ചെയ്യാനായിട്ട് ഇവർക്ക് കഴിവുണ്ട് അല്ലെ. അപ്പോ ഇവിടേക്ക് വരുന്ന ഡെവലപ്മെന്റ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ രാജ്യത്തിന് അത് വേണം. പക്ഷേ ഇത് കാരണം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അന്ന് വരെ ടൈപ്പ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ടൈപ്പ് റൈറ്റിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്റേഴ്സിന്റെ ഒക്കെ ജോലി പോയി അല്ലെ. അപ്പോ കമ്പ്യൂട്ടർ കുറച്ചുകൂടി എഫിഷ്യന്റ് ആണ്. എന്താ, ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് കുറേ പേർക്ക് ജോലിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ AI വന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒരുപാട് പേര് അൺഎംപ്ലോയിഡ് ആയി. അപ്പൊ നമ്മൾ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ടെക്നോളജിയിൽ വരുന്ന മാറ്റം കാരണം ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയി പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ വേൾഡ് ബാങ്ക് പറയുന്ന ഇതാണ്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഓട്ടോമേഷൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കാരണം 69% ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുമാത്രം പ്രശ്നമാണ് അല്ലേ. അപ്പോ ഇനി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോ എന്താണ്, ഒരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തിന് എത്ര കോസ് ആണുള്ളത്? ഇപ്പൊ നമ്മൾ പഠിച്ചു വന്നപ്പോ തന്നെ എത്ര കോസ് നമ്മൾ പഠിച്ചു?
സീസണൽ ഫാക്ടർ വരുന്നുണ്ട്, ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ് വരുന്നുണ്ട്, ടെക്നോളജിക്കൽ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്, സ്ട്രക്ചറൽ എലമെന്റ്സ് വരുന്നുണ്ട്. സോ ഇനിയും ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം, അതൊക്കെ പിന്നീട്. സോ ആസ് ഓഫ് നൗ, താങ്ക് യു ഫോർ വാച്ചിങ്.